ഹലോ മൈ ഡിയേഴ്സ്, ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന വിഷയം വളരെ മഹത്വപൂർണ്ണമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും അവരുടെ ഡേ ബൈ ഡേ ലൈഫിൽ ശീലിക്കേണ്ട ഒരു കാര്യമാണ്. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു വസ്തുതയാണത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും ആ ഭക്ഷണത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിക്കണം. അത് നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്കൊരു ഭക്ഷണം എന്ന് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? നേരത്തിന് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ലഭിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ പലയിടത്തു നിന്നായി നമ്മൾക്ക് കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനിത് പ്രാവർത്തികമാക്കിയതിലൂടെ ഞാൻ അനുഭവിച്ചറിഞ്ഞ സത്യമാണിത്. ഞാൻ എൻ്റെ ഏർലിയർ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒട്ടും ഭക്ഷണത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളല്ലായിരുന്നു. ഇത് എന്നെ പഠിപ്പിച്ചു തന്നത് എൻ്റെ സുഹൃത്തുക്കളായ മുസ്ലിം സഹോദരങ്ങളാണ്. ഞാൻ അവരുടെ കൂടെ പുറത്തു പോകുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം അവർ ബിസ്മി ചൊല്ലി കഴിക്കുന്നത് കണ്ടതാണ് എൻ്റെ മൈൻഡിൽ. ഇതെന്താണ് അവർ ബിസ്മി ചൊല്ലി കഴിക്കുന്നത് എന്നുള്ള അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് അറിയുകയും ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുകയും ചെയ്തപ്പോൾ എല്ലാ മതങ്ങളിലും ഉള്ളതാണ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുൻപ് ആ കഴിക്കുന്ന ഭക്ഷണത്തിനോട് നന്ദി പറയുകയും ആ ഭക്ഷണം നമ്മളിലേക്ക് എത്താൻ ഇട വന്നിട്ടുള്ള സാഹചര്യങ്ങളോടും അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തികളോടും നന്ദി പറഞ്ഞിട്ട് കഴിക്കുക. ആരൊക്കെയോ എവിടെയൊക്കെയോ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് എടുക്കുന്ന വിഭവങ്ങളാണ് നമ്മളുടെ തീന്മേശയിൽ ഇരുന്ന് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അവരോടെല്ലാം നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ ഭക്ഷണവും കഴിക്കുക. ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു സിംഗിൾ ടീ കുടിക്കുകയാണെങ്കിൽ പോലും ആ ടീയോട് നന്ദി പറഞ്ഞ് അതിൽ ഞാൻ ഉപയോഗിച്ച വസ്തുക്കൾ എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഓരോ ആളുകളോടും നന്ദി പറഞ്ഞുകൊണ്ടാണ് അത് കുടിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളോടും, അത് ഏത് നേരത്തും ഏത് ടൈമിലായിക്കോട്ടെ, കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളോടും ആ കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഈ ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റുന്നതിന് നന്ദി. ഈ ഭക്ഷണം എന്നിലേക്ക് എത്താൻ ഇട വന്നിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളോടും എല്ലാവരോടും എന്തിനോടും നന്ദി. ഈ ഭക്ഷണം കഴിക്കുന്നതിലൂടെ എനിക്ക് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിന് നന്ദി. ഞാൻ ഇതുവരെ കഴിച്ച എല്ലാ ഭക്ഷണങ്ങൾക്കും നന്ദി. ഇനി ഞാൻ കഴിക്കാനിരിക്കുന്ന എല്ലാ ഭക്ഷണങ്ങൾക്കും നന്ദി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ഓരോ ഭക്ഷണവും കഴിക്കാൻ. നിങ്ങൾക്ക് ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ ഇതൊരു തമാശയായി തോന്നും. ഒരു ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഇത്രമാത്രം വർത്തമാനം പറഞ്ഞിട്ട് വേണോ കഴിക്കാൻ? പക്ഷേ അത് വളരെ അത്രയ്ക്കും ശക്തമായ ഒരു കാര്യമാണ്. നിങ്ങൾ ഒന്ന് പ്രവർത്തിച്ചു നോക്കൂ, നിങ്ങൾക്കത് അനുഭവപ്പെടും. ഗോഡ് ബ്ലെസ് യു ഓൾ.